രണ്ട് ദിനവൃത്താന്തം അധ്യായം 11. രെഹബെയാം യെരൂശലേമിൽ വന്ന ശേഷം ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യത്വം രെഹബെയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് യഹൂദയുടെയും ബെന്യാമീന്റെയും ഗൃഹത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ 150,000 പേരെ ശേഖരിച്ചു. എന്നാൽ ദൈവപുരുഷനായ ശിമെയാവിന് യഹോവയോട് അരുളപ്പാടുണ്ടായെന്നാൽ ശലോമോന്റെ മകനായ യഹൂദ രാജാവായ രെഹബെയാമിനോടും യഹൂദയിലും ബെന്യാമീനിലും ഉള്ള എല്ലാ ഇസ്രായേലിനോടും പറയുക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത്, ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഈ കാര്യം എന്റെ ഹൃദയത്താൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇപ്രകാരം യഹോവ അരുളിച്ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യെരൊബെയാമിന്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. രെഹബെയാം യെരൂശലേമിൽ പാർത്ത് യഹൂദയിൽ ഉറപ്പിനായ പട്ടണങ്ങളെ പണിതു. അവൻ യഹൂദയിലും ബെന്യാമീനിലും ഉള്ള ബേത്ത്ലേഹേം, ഏതാം, തെക്കോവ, ബേത്ത്സൂർ, സോഖോ, അദുല്ലാം, ഗത്ത്, മാരേശ, സീഫ്, അദോരയീം, ലാഖീശ്, അസേഖ, സോര, അയ്യാലോൻ, ഹെബ്രോൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതു. അവൻ കോട്ടകളെയും ഉറപ്പിച്ചു. അവയിൽ പടനായകന്മാരെ ആക്കി. ഭക്ഷണസാധനങ്ങളും എണ്ണയും വീഞ്ഞും ശേഖരിച്ചു വെച്ചു. അവൻ ഓരോ പട്ടണത്തിലും വൻപരിചകളും കുന്തങ്ങളും വെച്ച് അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു. യഹൂദയും ബെന്യാമീനും അവന്റെ പക്ഷത്തുണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലിലുള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നുചേർന്നു. യൊരോബെയാമും പുത്രന്മാരും ലേവ്യരെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. താൻ ഉണ്ടാക്കിയ പൂജാഗിരികൾക്കും മേശവിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യെഹൂദയിലേക്കും യെരൂശലേമിലേക്കും വന്നു. അവർ പിന്നാലെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വെച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ യെരൂശലേമിൽ വന്നു. ഇങ്ങനെ അവർ 3 സംവത്സരം ദാവീദിന്റെയും ശലോമോന്റെയും വഴി നടന്ന് 3 സംവത്സരത്തോളം യഹൂദ രാജ്യത്തിന് ഉറപ്പ് വരുത്തുകയും ശലോമോന്റെ മകനായ രെഹബെയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു. രെഹബെയാം ദാവീദിന്റെ മകനായ യെരീമോത്തിന്റെ മകളായ മഹലാത്തിനെയും മിശായിയുടെ മകനായ ഏലിയാബിന്റെ മകളായ അബീഹയിലിനെയും വിവാഹം കഴിച്ചു. അവൾ അവന് യെയൂ, ശെമറിയാവ്, സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു. അവളുടെ ശേഷം അവൻ അബ്ശലോമിന്റെ മകളായ മയകയെ വിവാഹം കഴിച്ചു. അവൾ അവന് അബിയാവ്, അദ്ദായി, സീസ, ശെലോമീത്ത് എന്നിവരെ പ്രസവിച്ചു. രെഹബെയാം തന്റെ സകല ഭാര്യമാരിലും വെപ്പാട്ടികളിലും വെച്ച് അബ്ശലോമിന്റെ മകളായ മയകയെ അധികം സ്നേഹിച്ചു. അവൻ 18 ഭാര്യമാരെയും 60 വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു. 28 പുത്രന്മാരെയും 60 പുത്രിമാരെയും ജനിപ്പിച്ചു. രെഹബെയാം മയകയുടെ മകനായ അബിയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവന്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു. അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. യഹൂദയുടെയും ബെന്യാമീന്റെയും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തന്റെ പുത്രന്മാരെയൊക്കെയും പിരിച്ചയച്ചു. അവർക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു.